ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കൂടെ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഒരു ഡോക്ടർ, അതും മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നേരിട്ട് വന്ന് പരാതിപ്പെടുകയാണ്. ഒരു ഡോക്ടർ പരാതിപ്പെട്ടതിന് ശേഷം ഇങ്ങനെ പിന്നീട് വരുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ എത്തിയതായി വിവരമുണ്ട്. ഒരു ഡോക്ടർ നേരിട്ട് വന്ന് പരാതി പറയേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. എവിടെയാണ് ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ചത് ഒരു BJPയുടെ പ്രതിനിധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ BJPയുടെ പ്രതിനിധിയുടെ അല്ലെങ്കിൽ ആ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് ഈ കേരളത്തെ പ്രഖ്യാപിച്ചത്. ഈ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണ്. അതിൽ 30 ലക്ഷം പേർക്കാണ് ഒരു വർഷം സൗജന്യ ചികിത്സ ഈ ഗവൺമെന്റ് കൊടുക്കുന്നത്. അതായത് 7000 കോടി രൂപയാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അതായത് ഓരോ 12 പേരെ എടുക്കുമ്പോഴും അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ്. ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായ സംസ്ഥാനമാണ്. അപ്പോ ആ സംസ്ഥാനത്തെ കുറ്റം പറയാൻ വേണ്ടി കാണിക്കുന്ന ഈ ആവേശം മറ്റേതെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചികിത്സ കൊടുക്കാൻ, ഇപ്പൊ കോവിഡ് 100 പേർ മരണപ്പെട്ടപ്പോഴാണ് ആ മരണം ഒരു മരണമായിട്ട് രേഖപ്പെടുത്തിയത്. അന്ന് കോവിഡിന്റെ കണക്ക് വെച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലാണ് കോവിഡ് മരണം കൂടുതലെന്ന് പറഞ്ഞ് ഇതേ പ്രതിനിധികൾ വന്ന് എത്ര ആഘോഷത്തോടെ ചർച്ച ചെയ്തതാ. പക്ഷെ പിന്നീട് വന്നില്ലേ, ലക്ഷക്കണക്കിന് കണക്കുകൾ മറച്ചു വെച്ചിട്ടാണ് യമുനയിലും ഗംഗയിലും എല്ലാം ഡെഡ് ബോഡി ഒഴുകിയെന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയമാണെങ്കിൽ ആ ഡോക്ടർ ആവശ്യപ്പെട്ടു, അത് ഒരു ദിവസം 4 ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. 3 ഓപ്പറേഷൻ കഴിഞ്ഞ് 4ാമത്തെ ഓപ്പറേഷന്റെ സമയത്താണ് അതിലൊരു ഉപകരണത്തിന് കേടുപറ്റിയത്. ആ ഉപകരണം ബുക്ക് ചെയ്യണമെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് വരാൻ 2-3 ദിവസം എടുക്കും. ആ ദിവസം എടുത്ത് ആ ഉപകരണം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതേ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 69 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം ചെലവഴിച്ചത്. കഴിഞ്ഞ ഒരു വർഷം കൃത്യമായി പറഞ്ഞാൽ 2832 ഓപ്പറേഷൻ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നടന്നു. ഈ 2025 ജനുവരി മാസം മുതൽ മെയ് മാസം വരെ തന്നെ 1300ഓളം ഓപ്പറേഷനും 2025 മെയ് മാസം ഒറ്റ മാസം തന്നെ 332 ഓപ്പറേഷൻ നടന്നു. ഈ ജൂൺ മാസം 1 മുതൽ 25 വരെ 180ഓളം ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അവിടെ കൃത്യമായി വരുന്ന രോഗികൾക്ക് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ചികിത്സ സൗജന്യമായിട്ട് തന്നെ ഉറപ്പുവരുത്തി പോകുന്നു. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഉപകരണങ്ങൾക്ക് കേടുപറ്റിയാൽ അതൊന്നെങ്കിൽ പരിഹരിക്കുക, പുതിയത് വാങ്ങിക്കുക എന്നാണ്. അതിന് സമയമെടുക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ. അല്ലാതെ ഇതൊരു ആഘോഷമാക്കി ഇപ്പൊ UDFും BJPയും കൊണ്ടു നടക്കുന്നത്. ഒന്നിപ്പോ UDFിന് നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വീട് വെച്ച് നൽകാനാണെന്നും പറഞ്ഞ് തിരിച്ചു. ഒരു വീട് പോലും കൊടുത്തില്ലെന്ന് മാത്രമല്ല 5 പൈസ പോലും അവിടെ ചെലവഴിച്ചില്ല. അത് ഇന്നലെ മുതൽ അവരുടെ തന്നെ ക്യാമ്പുകളിൽ കണക്ക് ചോദിച്ച് സംസ്ഥാന ക്യാമ്പിൽ നിന്ന് വന്ന വിവരം നമ്മുടെ മുന്നിലുണ്ട്. അത് മറച്ചു വെക്കാൻ വേണ്ടി ഇന്ന് വളരെ വേഗതയിൽ ഒരു ഉപകരണങ്ങളൊക്കെ എത്തി എന്ന് അറിഞ്ഞിട്ടും ഒരു സമര കോലാഹലം സൃഷ്ടിച്ച് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി തന്നെയാണ് ഇതിനെ കാണാൻ കഴിയൂ. ഇതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ശരി, വളരെ നന്ദിയുണ്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.